ഹർ മഹാദേവ്. വെൽക്കം ടു രഞ്ജി നായർ വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു ചാർധാമിനെ കുറിച്ചാണ് നമ്മളിനി തുടങ്ങാൻ പോകുന്നതെന്ന്. ചാർധാം എന്ന് പറയുന്നത് 4 അമ്പലങ്ങൾ എല്ലാവർക്കും അറിയാമെന്നറിയാം. യമുനോത്രി, ഗംഗോത്രി, പിന്നെ ബദ്രിനാഥ്, കേദാർനാഥ്. ഇങ്ങനെ 4 അമ്പലങ്ങളാണ് ഈ ചാർധാം കവർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് April 17 മുതൽ April 29 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു. സോ April 17 നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഹരിദ്വാർ, അതായത് ബാംഗ്ലൂർ ദെഹ്റാദൂൻ എയർപോർട്ടിൽ വന്നു. അവിടെ നിന്ന് ഹരിദ്വാറിലേക്ക്, അങ്ങനെ ഹരിദ്വാർ ഗംഗാരതി തൊഴുത് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. നമുക്ക് ഇന്ന് ആ ഒരു യാത്രയെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്, എന്തെങ്കിലും ഏജൻസിയെ നിങ്ങൾ ട്രൈ ചെയ്തിരുന്നോ, എത്രയായിരുന്നു അതിൻ്റെ ബഡ്ജറ്റ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊരു പ്ലാൻ ഇടുമ്പം ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞങ്ങൾ 3 പേരാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു, ആദ്യം ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഏകദേശം 6 to 10K വരുന്ന ഒരു പാക്കേജ് നമ്മളെടുത്തു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒരു ഡിജി മാർക്കറ്റിംഗ് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ കണ്ടതാണ് അവരെ. അങ്ങനെ അവരുമായിട്ട് നമ്മൾ DM ചെയ്തിട്ട് അവർ നമുക്കൊരു കുറേ പാക്കേജുകൾ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ 3 പേരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞ് നമ്മൾ അതനുസരിച്ചുള്ളൊരു പാക്കേജാണ് നമ്മൾ എടുത്തത്. അറൗണ്ട് 26,000 ഒരു പാക്കേജാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്സോ ഫ്ലൈറ്റ് ടിക്കറ്റ്സോ ഒന്നും അതിൽ വരുന്നില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഹെലികോപ്റ്റർ കൈൻഡ് ഓഫ് തിങ്സ് വേണമെങ്കിൽ അതും ഇതിൽ വരുന്നില്ല. അത് നമ്മൾ തന്നെ വേണം എടുക്കാനായിട്ട്. പക്ഷെ അതുവരെയുള്ള അക്കോമഡേഷൻസ്, ഫുഡ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഞാൻ എല്ലാവരും സാധാരണ ലൈവായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മളിത് പിന്നീടാണ് ഈ യാത്രയെക്കുറിച്ച് ശരി നമുക്കിങ്ങനെ കാര്യമായിട്ടിടാം എന്നൊക്കെ പ്ലാൻ ചെയ്തത്. കാരണം കുറേ യാത്രകൾ ഞാൻ ചെയ്തുവെങ്കിലും, കുറേ സോളോ ട്രിപ്സും അല്ലാതെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഞാൻ യാത്രകൾ ചെയ്തുവെങ്കിലും എനിക്കൊരിക്കലും അത് ഇടാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൂടെ നമുക്കത് ചെയ്യണമെന്നൊരു ഇത് അന്നൊക്കെ ആഗ്രഹം തോന്നിയെങ്കിലും കുറേ പേര് സജസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഈ ഒരു യാത്രയോട് കൂടി നന്നായി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പോസ്റ്റ് വീഡിയോസും പിക്സും ഒക്കെ ആയിരിക്കും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എൻ്റെ വിവരണങ്ങൾ അതിലൂടെ ഉണ്ടായിരിക്കും, വോയിസ് ഓവർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ചാർധാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും അവർ കൊച്ചിയിൽ നിന്നും വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂരാണ് വന്ന് ചേർന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ 2 നമ്മുടെ യാത്ര തുടങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബോർഡ് ചെയ്ത് 3 hours മുമ്പേ നമ്മൾ വന്നു, ചെക്കിനൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ദെഹ്റാദൂൻ ഫ്ലൈറ്റിൽ കയറി ദെഹ്റാദൂനിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ദെഹ്റാദൂനിൽ നമ്മൾ വന്ന് ഇറങ്ങുകയായി. അവിടെ നിന്ന് നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഹോട്ടലിലേക്ക്, ഹരിദ്വാറിലെ ഹോട്ടലിലേക്ക് പോയി നിന്നു. അവിടെ നിന്ന് നമ്മൾ കുളിച്ച് ഇറങ്ങി വൈകുന്നേരം ഗംഗാ ആരതിക്കായിട്ട് പോയി. അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഗംഗാ ആരതിയിലൂടെയാണ്. അങ്ങനെ മനോഹരമായ ഗംഗാ ആരതി നമ്മൾ അവിടെ നിന്ന് തൊഴുത് നമ്മളത് പൂവൊക്കെ പൂജിച്ച് അതിലൂടെ ഇടുകയും അതെല്ലാം കണ്ട് തൊഴുത് അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്ന് ചേർന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മളെ വിളിക്കുന്നു. ഡിജി യാത്രയുടെ യമുനോത്രി യാത്ര ഫസ്റ്റ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. യമുനോത്രി യാത്രയെക്കുറിച്ചെല്ലാം ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ബാംഗ്ലൂർ ടു ഹരിദ്വാർ ആൻഡ് ഫ്രം ഹരിദ്വാർ ടു യമുനോത്രി നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഇൻ രഞ്ജി നായർ വ്ലോഗ്സ്. താങ്ക് യു.